കോൺഗ്രസിനെയും പ്രതിപക്ഷ നേതാവിനെയും ലക്ഷ്യമിട്ട് NSSും SNDPയും രംഗത്തെത്തിയതിനു പിന്നാലെ ചങ്ങനാശ്ശേരി പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തി കൊടിക്കുന്നിൽ സുരേഷ് MP. സൗഹൃദ സന്ദർശനം എന്നാണ് കൊടിക്കുന്നിലിന്റെ വിശദീകരണം. ബിനിൽ ലീല സാബു ചേരുന്ന വിവരങ്ങളുമായി. ബിനിൽ, അല്പസമയം മുൻപ് MPയുടെ കാർ അവിടെ വന്ന് മാധ്യമങ്ങളെ കണ്ട് തിരിച്ചു പോകുന്നത് എല്ലാവരും റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കോൺഗ്രസിനെതിരെ NSS ആദ്യം എത്തുന്നത് കൊടിക്കുന്നിൽ സുരേഷാണ്. നേരത്തെ അദ്ദേഹം ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ആ വിഷയത്തിൽ സുകുമാരൻ നായർ നിലപാട് വ്യക്തമാക്കിയിരുന്നു. തുടക്കത്തിൽ അദ്ദേഹം പത്രങ്ങൾക്കാണ് അഭിമുഖം കൊടുത്തത്. അതിൽ കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ വിമർശനമുണ്ടായിരുന്നു. ആ ഘട്ടത്തിലും ആദ്യം പെരുന്നയിലെ NSS ആസ്ഥാനത്തേക്ക് എത്തിയത് കൊടിക്കുന്നിൽ സുരേഷാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലമാണ് ചങ്ങനാശ്ശേരി. പെരുന്ന ഇരിക്കുന്ന സ്ഥലം അദ്ദേഹത്തിന്റെ മണ്ഡലമാണ്. അവിടേക്ക് എത്തിയിരുന്നു. അതിന്റെ ഭാഗമാണ്, അത്തരത്തിൽ സൗഹൃദ സന്ദർശനം എപ്പോഴും ഉണ്ടാകും, അതിന്റെ ഭാഗമെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. പക്ഷേ ഇന്ന് ഏറ്റവും നിർണായകം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇത്തരത്തിൽ കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ VD സതീശനെതിരെ കൃത്യമായി നിലപാട് വ്യക്തമാക്കുന്ന സാഹചര്യത്തിലാണ് അവിടേക്ക് കൊടിക്കുന്നിൽ വരുന്നത്. ആ സന്ദർശനത്തിന് രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുണ്ട്. ആദ്യം അദ്ദേഹം കൊടിക്കുന്നിൽ സുരേഷ് ആദ്യം 6:20 കൂടിയാണ് പെരുന്നയിലെ ആസ്ഥാനത്തേക്ക് എത്തുന്നത്. അദ്ദേഹം വരുമ്പോൾ അവിടെ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. അത് മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹത്തിന്റെ വാഹനം പിന്നോട്ടെടുത്ത് തിരിച്ചുപോയി. പിന്നീട് അവിടേക്ക് സന്ദർശനം നടത്താതെ മടങ്ങി എന്ന വാർത്ത വന്നു. അതിന് പിന്നാലെയാണ് പിന്നീട് വീണ്ടും അദ്ദേഹം NSS ആസ്ഥാനത്തേക്ക് എത്തിയത്. അവിടെ ഏകദേശം ഒരു 15 മിനിറ്റോളം കൂടിക്കാഴ്ച നടത്തി. ആ 15 മിനിറ്റിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പറഞ്ഞത് അത് സൗഹൃദ സന്ദർശനമാണ്. എപ്പോഴും ചങ്ങനാശ്ശേരിയിൽ വന്നാൽ, പെരുന്നയിൽ വന്നാൽ സുകുമാരൻ നായരെ കാണാറുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരു സ്വാഭാവിക കൂടിക്കാഴ്ചയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ചയായി എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന ഒരു സൂചന. പ്രത്യേകിച്ച് നമുക്ക് ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത് മടങ്ങിയപ്പോൾ അല്ലെങ്കിൽ അതിനുശേഷം ഇടതുപക്ഷത്തിന് അനുകൂലമായി അദ്ദേഹം പ്രത്യേകിച്ച് സർക്കാരിന് അനുകൂലമായി നിലപാടെടുത്തപ്പോൾ അവിടെ കൃത്യമായി ആദ്യം കൊടിക്കുന്നിൽ വരുന്നു, പിന്നീട് തിരുവഞ്ചൂർ വരുന്നു. അങ്ങനെ ഈ കോൺഗ്രസ് നേതാക്കൾ എത്തി ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിന് പിന്നാലെയാണ് കൃത്യമായ, അതായത് തുറന്നടിക്കലായിരുന്നു ഇന്നുണ്ടായിരുന്നത്. VD സതീശന്റെ പേരെടുത്ത് പറഞ്ഞാണ് നിശ്ചിതമായ ഒരു വിമർശനം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പ് വിശദാംശങ്ങൾ നൽകിയത്. കൊടിക്കുന്നിൽ പെരുന്നയിലെത്തി മടങ്ങിയിരിക്കുന്നു. സൗഹൃദ സന്ദർശനം എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം.